എല്ലാവർക്കും നമസ്കാരം. ടി-ടെക്കിൻ്റെ പാക്കിംഗ് മെഷീനുകളുടെ ലോകം എന്ന പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മെഷീനാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ടിൻ സീലേഴ്സ് അല്ലെങ്കിൽ ക്യാൻ സീലേഴ്സ്. ഹായ്, ഞാൻ സ്നേഹദാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ഒരു മെഷീനാണ് ഈ ടിൻ സീലർ അല്ലെങ്കിൽ ക്യാൻ സീലർ എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം ജ്യൂസ് അത് അല്ലെങ്കിൽ നമ്മളുടെ പ്രീമിയം കുക്കീസ് കാര്യങ്ങളൊക്കെ ക്യാനിനകത്ത് അല്ലെങ്കിൽ ടിന്നിനകത്ത് അത് നമുക്ക് സീൽ ചെയ്ത് എയർ ടൈറ്റായിട്ട് ലീക്ക് പ്രൂഫായിട്ട് സീൽ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു മെഷീനാണ് ഈ ക്യാൻ സീലേഴ്സ് എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പണ്ട് മുതലേ പ്രസാദങ്ങളൊക്കെ ഇതുപോലെ ടിൻ സീലറിലാണ് സീൽ ചെയ്ത് വരുന്നത്. അതുപോലെ പ്രീമിയം കുക്കീസ് ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആണ്, ടിൻ സീലിൽ ചെയ്താണ് മാർക്കറ്റിലേക്ക് വരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിദേശത്തൊക്കെ ഇപ്പോൾ തായ്ലൻഡ് അല്ലെങ്കിൽ സിംഗപ്പൂരൊക്കെ ട്രാവൽ ചെയ്ത് വരുന്നവർക്കറിയാം, അതല്ലെങ്കിൽ UAE മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ളവർക്കറിയാം. നമുക്ക് ഈ ബബിൾ ടീസ് അതുപോലെ തന്നെ ജ്യൂസ് കാര്യങ്ങളൊക്കെ അവിടെ കൂടുതലും ഇതേപോലെ ടിന്നിനകത്ത് ടിന്നെന്ന് ചിലപ്പോൾ ടിൻ മെറ്റീരിയൽ ആവാം, അതല്ലെങ്കിൽ ചിലപ്പോൾ പെറ്റിൻ്റെ ആവാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കണ്ടെയ്നേഴ്സ് അവൈലബിൾ ആണ്. അതിനകത്ത് ഒരു അലൂമിനിയം ക്യാപ്പ് ഇട്ട് അതിനെ സീൽ ചെയ്താണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ കൊക്കക്കോളയൊക്കെ പൊട്ടിച്ച് കുടിക്കുന്ന പോലെ നമുക്ക് നിങ്ങളുടെ പ്രോഡക്ട്സിനെ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. അപ്പോൾ അത് നമ്മളുടെ ഇവിടെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് നമ്മളുടെ നാട്ടിലൊക്കെ, പ്രത്യേകിച്ച് കൊച്ചിയിലൊക്കെ ആണെങ്കിലും എല്ലാവരും കൂടുതൽ ജ്യൂസ് കാര്യങ്ങളിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഒത്തിരി പാഴ്സൽ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രോഡക്ട്സ് അത് വളരെ പ്രീമിയമായിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ അതിന് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ്. ഇതുപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ടൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് ലീക്ക് പ്രൂഫ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ കണ്ടെയ്നർ നല്ല സോളിഡാണ്. ഇത് ട്രാൻസ്പോർട്ടേഷനിലും ഡെലിവറി കൊടുക്കുമ്പോഴൊന്നും ഇത് സാധാരണ ഒരു ഗ്ലാസ്സിൽ കൊടുക്കുന്നതിനേക്കാൾ വളരെ പ്രീമിയമായിട്ട് നമുക്കിതിനെ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിന് എന്തൊക്കെ ടൈപ്പ് ഓഫ് മെഷീൻസാണ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്, കസ്റ്റമേഴ്സിന് എന്തൊക്കെ നമുക്ക് സർവീസ് കൊടുക്കാൻ പറ്റും, അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയാമോ? ഓക്കെ, നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് മാനുവൽ മെഷീൻസ് ഉണ്ട്, സെമി ഓട്ടോമാറ്റിക് ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മാനുവൽ മെഷീൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നൊന്ന് നോക്കാം. നിങ്ങളുടെ പ്രോഡക്റ്റ് ഒരു പെറ്റ് ക്യാനിലോ അല്ലെങ്കിൽ ഒരു മെറ്റലിൻ്റെ ക്യാനിലോ ഫില്ല് ചെയ്ത് ഈ ഒരു മാനുവൽ മെഷീനിലേക്ക് ലോഡ് ചെയ്യാണ്. ഒരു ലിവർ, നിങ്ങളുടെ ഒരു ഹാൻഡ് ഉപയോഗിച്ച് ഇതിൻ്റെ ലിവർ വെച്ച് അതിൻ്റെ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഒരു സ്വിച്ച് ഓൺ ചെയ്ത് അതിൻ്റെ മോട്ടോർ വർക്ക് ചെയ്യുന്നു. അപ്പുറത്തെ ഹാൻഡ് ഉപയോഗിച്ച് അതിൻ്റെ ഡൈ ഒന്ന് സെറ്റ് ചെയ്ത് സീൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി വളരെ കുറവൊക്കെ ആണെങ്കിൽ, എസ്പെഷ്യലി നമ്മുടെ ജ്യൂസ് സെൻറ്റേഴ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു മാനുവൽ ടിൻ സീലർ മെഷീൻസ് മതിയാവും. അപ്പോൾ അത് അറൗണ്ട് ഒരു 25,000 റേഞ്ചിലൊക്കെയാണ് ഈ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഒക്കെ കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ സെമി ഓട്ടോമാറ്റിക് ടിൻ സീലേഴ്സ് അല്ലെങ്കിൽ ക്യാൻ സീലേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. അത് ഇതുപോലെ നിങ്ങളുടെ ഫില്ല് ചെയ്തിരിക്കുന്ന കണ്ടെയ്നർ അല്ലെങ്കിൽ ക്യാന് ഈ മെഷീനിലേക്ക് ലോഡ് ചെയ്യും. ഒരു സ്വിച്ച് ഇട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് വന്ന് സെറ്റ് ചെയ്ത് പ്രസ് ചെയ്ത് സീൽ ചെയ്തെടുക്കുകയാണ് സാധിക്കുന്നത്. അതിൽ തന്നെ 2 മോഡലുണ്ട്. നമുക്ക് MS ബോഡിയും ഉണ്ട്, അതുപോലെ തന്നെ SS ബോഡിയും ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു 45,000 മുതൽ മുകളിലേക്ക് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഒത്തിരി കൂടുതലാണ്, ഹൈ പ്രൊഡക്ഷൻ വോള്യൂം ഉണ്ട് നിങ്ങൾക്കെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് മെഷീൻസ് ചൂസ് ചെയ്യാം. ജസ്റ്റ് നിങ്ങളുടെ ബോട്ടിൽ നിങ്ങൾ ഈ മെഷീനിലേക്ക് ലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിഡ് ഓട്ടോമാറ്റിക്കലി വന്ന് ക്ലോസ് ചെയ്ത് സീൽ ചെയ്ത് നല്ലൊരു ഔട്ട്പുട്ടായിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിനകത്ത് നമുക്ക് കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡയയിൽ നമുക്ക് ഈ ഡൈ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ പലരുടെയും ബോട്ടിൽസിൻ്റെ വോളിയം ഡിഫറൻസ് ഉണ്ടാവും, ഡയമീറ്റർ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് ഈ ഡയമീറ്ററിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഡൈനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനും പറ്റും. ഒരു പരിധി വരെയുള്ള റേഞ്ചിനകത്തുള്ളതിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് ഒരു പ്രീമിയം ലുക്ക് കൊടുക്കുന്നതോടുകൂടി തന്നെ ലീക്ക് പ്രൂഫായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജും. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ക്യാൻ സീലറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.